കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഉപനയനം ചെയ്യുന്നത് എന്തിനാണ്? നമ്മളെല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഉപനയനം വിദ്യാരംഭം തന്നെയാണ് ഉപനയനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഴയ കാലത്ത് നമ്മൾ ഒരു സമൂഹം മാത്രമായിട്ട് ഉപനയനം ചെയ്തിരുന്നു. സമൂഹമല്ല, എല്ലാ വർഗത്തിൽപ്പെട്ട എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും ഉപനയനമുണ്ട്, പൂണൂൽ ധാരണമുണ്ട്. എല്ലാ ഈ ബ്രാഹ്മണർ ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിയല്ല, ഒരു വർഗമാണ്, അല്ലെങ്കിൽ ഒരു സമൂഹമാണ്, ഒരു കൂട്ടമാണ്, അല്ലെങ്കിൽ ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമാണ്. ഇവരൊക്കെ ഇവരെന്ന് പറഞ്ഞാൽ മറ്റുള്ള കാസ്റ്റുകൾ മൊത്തം, മറ്റുള്ള ജാതിക്കാർ മൊത്തം, എല്ലാ ആൾക്കാർക്കും ഉപനയനം എന്ന് പറയുന്ന ഇതും പൂണൂലും ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ജാതി വ്യവസ്ഥാന്തരത്തിൽ വന്നിരിക്കുന്ന പ്രവൃത്തികൾ മൂലം അവരോരോ തൊഴിലുകൾ ചെയ്യുന്നതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥാന്തരം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ പൂണൂലിനെ നമ്മൾ അവർ ഉത്തരീയമായിട്ട് ചില കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം, ഒരു മരണകർമ്മത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേക കർമ്മങ്ങൾക്കും പൂജകൾക്കും വേണ്ടി മാത്രം പൂണൂലിന് പകരം പൂണൂല് സഹിതമായിട്ടൊരു വിഷയത്തിൽ ഉത്തരീയം എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് കണ്ടുപോകുന്നത്. പൂണൂൽ എന്ന് പറഞ്ഞാൽ 3 ഇഴയുള്ള സാധനമാണ്. 3 പിണിയുള്ള സാധനം. ആ 3 പിണിയുള്ള സാധനം നമ്മൾ ഉപയോഗിക്കുന്ന വിദ്യാരംഭ സമയത്ത് കുറേ ഉപനയന മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളൊക്കെ ജപിച്ച് സ്വാത്വീകരിച്ച ശേഷം സപ്തരജസ് തമസ്, സാത്വിക സ്വഭാവവും രജസ്വഭാവവും തമോ ഗുണവും എല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ളൊരു സംഭവമാണ് പൂണുനൂൽ എന്ന് പറയുന്നത്. ആ പൂണുനൂലിൻ്റെ കെട്ട് പവിത്രക്കെട്ട് പോലെ കെട്ടിട്ട് ആ കെട്ട് മുകൾ വശം വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ പിടിച്ച് ജപിച്ചതിന് ശേഷം ഗായത്രി ഓതിയതിന് ശേഷം ഇടത് നിന്ന് വലത്തോട്ടിടുമ്പോഴാണ് പൂണുനൂലാകുന്നത്. എന്നതിന് ശേഷമാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ഓരോ പൂജകളും നമ്മൾ കഴിക്കാറ്. പൂണുനൂല് എല്ലാവരും ധരിച്ചിരിക്കണം. ഈ കേരളത്തിലല്ല, ഇന്ത്യയിലുള്ള മിക്കവാറും ഉള്ള ആൾക്കാർ മൊത്തം പൂണുനൂല് പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ വരെ ധരിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ വരെ പൂണുനൂല് ധരിച്ച ചരിത്രമുണ്ട്, സംഭവമുണ്ട്. ഹിസ്റ്ററിക്കകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പൂണുനൂൽ ഒരു പ്രതീകാത്മവും ഒരു സാത്വിക ചിന്താഗതി മനസ്സിലുണ്ടാകാനും ഒരു വരയെന്നല്ല, നൂല്, ഒരു ബന്ധനാവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള സാത്വികമായിട്ടുള്ള സ്വഭാവം നമുക്ക് ഏറ്റുവരാനും താമസമായിട്ടുള്ള സ്വഭാവം വരാനും അല്ലെ രജോ ഗുണങ്ങൾ ഉണ്ടാകാനുമായിട്ടാണ് ഇത് നമ്മൾ ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ, ശൂദ്രരെ ഈ നാല് ആൾക്കാർക്കും ഗുണമുണ്ട്. അല്ല ഒരാൾക്ക് മാത്രമല്ല, മാന്ത്രികം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമല്ല ഗുണമുള്ള. ഈ ബ്രഹ്മത്തെ അറിയുന്ന ആരോ, ആ ബ്രഹ്മത്തെ അറിയുന്നതും പൂജ അറിയുന്ന പൂണൂലിടാം. പക്ഷേ ശുദ്ധവൃത്തി വേണം, അത് ചെയ്യേണ്ട വിധത്തിൽ വേണം. ആ ഒരു ചെയ്യുന്ന വിധത്തിൽ നമ്മൾ പൂണൂൽ ധരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിനും ഐശ്വര്യമാണ്, ആളിനും ഐശ്വര്യമാണ്. വെച്ചാൽ 3 ഗുണങ്ങളും പ്രകൃതി സംബന്ധമായിട്ടുള്ള പ്രകൃതി പൂണൂലുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതാണ് പവിത്രക്കെട്ട് കെട്ടി ഗായത്രി മന്ത്രം ജപിച്ച് ഓം ഭുവർ ഭുവർ സ്വാഹാ തസ്സൗദരവരണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോനപ്രചോദയ എന്നുള്ളതായിട്ടുള്ള സൂര്യഗായത്രി. അപ്പോൾ സവിതാവ്, അപ്പോൾ സൂര്യൻ അല്ലെങ്കിൽ ഗായത്രി അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് അനുഗ്രഹീതമായിട്ട് വരണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ശക്തിയായിട്ടിരിക്കണം. പ്രപഞ്ചത്തിൽ നമുക്കൊരു പവർ ഉണ്ടാകണം. എവിടെ ഇറങ്ങിയാലും നമ്മുടെ നെഗറ്റീവ് എനർജീസ് മാറിക്കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പൂണൂല് ധരിക്കാറുള്ളത്. പൂണൂല് ധരിച്ചിട്ടാണ് എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ തന്നെ ഒരു വീട്ടിൽ തന്നെ നോക്കി ഇപ്പോൾ മക്കളുകൾ പലത് കാണും ഇല്ലേ? ഒരുപാട് ഇന്നത്തെ കാലമല്ല, പഴയ കാലത്ത്. ഇന്നിപ്പോൾ രണ്ട് പ്രസവം, രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അന്നേരം നിർത്തുന്ന പരിപാടിയാണ് അല്ലേ? അന്ന് പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. 5, 8, 10 എണ്ണമൊക്കെ ആയിരുന്നു അല്ലേ? അപ്പോൾ അന്ന് നോക്കുമ്പോൾ എല്ലാ വീടുകളിലും ശ്രദ്ധിക്കുക, ഒരു 5 കുട്ടികളുണ്ടെങ്കിൽ ആദ്യത്തെ ആൾ ചിലപ്പോൾ ഇച്ചിരി സാത്വിക ഗുണമുള്ളതായിരിക്കും, വലിയ ദേഷ്യമൊന്നും ഇല്ലാത്തുള്ള ആളായിരിക്കും. രണ്ടാമത്തെ ഉള്ള ആളെന്ന് വെച്ചാൽ അവിടുത്തെ വില്ലനായിരിക്കും. നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അടിപിടി മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന ആളായിരിക്കും. മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോപകാരിയായിരിക്കും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു എടുക്കുന്നൊക്കെ ആളായിരിക്കും. ഇത് 4മത്തെ ഒരാൾ ഒന്നിനും കൊള്ളാത്തൊരുത്തം കാണും. എന്ന് പറഞ്ഞാൽ ഈ 4 ഗുണങ്ങളോട് കൂടി ആൾക്കാരുണ്ടായിരുന്നു പഴയ കാലത്ത്. വീട്ടിൽ തന്നെയായിരുന്നു ബ്രാഹ്മണ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യരുണ്ടായിരുന്നത്. കാര്യം ഒരാൾക്ക് ഇച്ചിരി വിജ്ഞാനം കൂടുതലായിരിക്കും, ഒരാളിച്ചിരി മറ്റ് പണികളും മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ശൂദ്രൻ എന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പോയി അടുത്തുള്ള ആൾക്കാരുടെ ദുഃഖം കാണുക,
എന്നിട്ട് ആ ദുഃഖത്തിൽ നിന്ന് അവരുടെ വീട്ടിലെ പോച്ച പറിച്ചു കൊടുക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ എന്ന് പറയുന്നത് ഈ 4 ഗുണങ്ങളിലും നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് 2 കുട്ടികളുള്ളതുകൊണ്ടാണ് ഇത് അറിയാൻ വയ്യാത്തത്. അന്നൊക്കെ 4, 5, 8, 10 ആയിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് 10, 12 പ്രസവിക്കുന്ന ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിന് കുഴപ്പമില്ല. ഇന്ന് 1 പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ നടുവിന് വേദനയും മറ്റു കാര്യങ്ങളും രോഗവും ദുരിതവും ഒക്കെ അലട്ടുന്നതായിട്ടുള്ള പക്ഷേ ഞാൻ പറഞ്ഞ പൂണൂലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു, ഈ ഗുണങ്ങളൊക്കെ ഇന്നും ഉണ്ട്. അതുകൊണ്ട് പൂണൂല് സൽക്കർമ്മമായിട്ടാണ് എല്ലാവരും ധരിച്ചിരുന്നതാണ്. എല്ലാവരുടെയും ഒരു ധാരണ അത് എന്നിലൊരാൾ വിളിച്ചു ചോദിച്ചതുകൊണ്ടും പിന്നെ യൂട്യൂബിലേക്ക് മെസ്സേജ് അയച്ചതുകൊണ്ടുമാണ് ഞാൻ ഈ പൂണൂൽ എന്തിനുപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, അതിൻ്റെ ഗുണം എന്താണ്, ഏത് രീതിയാണ് എല്ലാ വർഗ്ഗക്കാരും ഉപയോഗിക്കുന്നതാണ്. ചില 56 ജാതി എന്നാണ് പറയുന്നത്. ആ 56 ജാതിക്കും പൂണൂല് ധരിച്ചിരിക്കണം. പഴയ കാലം അത് 3 പിണിയാണ്, ഓരോ പിണിയുണ്ട്. ചില ആൾക്കാരൊക്കെ പല പിണികളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. താന്ത്രിക വിധി പ്രകാരമുള്ളത് 3 പിണിയാണ്. അത് നല്ല ഗുണങ്ങളും മോശ ഗുണങ്ങളും തമോ ഗുണങ്ങളും ഒക്കെ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരും പൂണൂല് ധരിക്കണം, എല്ലാവരും കർമ്മത്തിന് മുമ്പ് പൂണൂല് ധരിക്കണം. അത് ആചാര വിഷയമാണ്, അതൊരു പാരമ്പര്യത്തിൻ്റെ വിഷയമാണ്. എല്ലാവർക്കും പൂണൂല് ധരിക്കാവുന്നതെന്നാണ് ശാസ്ത്രങ്ങളും താളിയോലകളും ഒക്കെ പറയപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്മയുണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ. പൂണൂല് ധരിക്കുകയാണെങ്കിൽ ഒരു കാര്യം, അതേ രീതിയിലുള്ള പ്രവർത്തനവും കാര്യങ്ങളും പ്രവൃത്തിയും ഒക്കെ ആയിരിക്കണം. ശുദ്ധവൃത്തിയായിരിക്കണം. മദ്യം മുറുക്കാൻ മറ്റ് ആസക്തികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ ഉപാസന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കണം പൂണൂല് ധരിക്കാൻ. എല്ലാവർക്കും പൂണൂല് ധരിക്കാൻ അവകാശമുണ്ട്. ആർക്കൊക്കെ ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയാം. എല്ലാ 56 ജാതികൾക്കും പൂണൂല് ധരിക്കാൻ അവകാശമുണ്ട്. അവരുടെ പ്രവൃത്തി കൊണ്ട്, അവരുടെ ജോലി കൊണ്ട്, അവരുടെ തൊഴിൽ കൊണ്ട് ആ പൂണൂലിൻ്റെ ധരിച്ച് എന്ന ദിവസവും നടക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് അവർ പൂണൂല് ധരിക്കാത്തത് എന്ന് പറഞ്ഞാലും അവരുടെ പ്രധാന വിഷയങ്ങൾ അവർ ഉത്തരീയമായിട്ട് ഇതൊക്കെ ധരിക്കുന്നുണ്ട് എന്ന് എല്ലാവരുടെയും ഒരു അറിവിലേക്ക് എൻ്റെ മനസ്സിലുള്ള ഞാൻ വായിച്ചറിഞ്ഞ കുഞ്ഞറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.